സംഗീത ആവേശം തുടരുക തന്നെയാണ്. ലിജോ പറഞ്ഞത് തന്നെ കാരണം ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്ത സമകാലിക വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ രൂപീകരണം മുതലുള്ള വിഷയങ്ങൾ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ് സമീപകാലത്ത് നടന്നതിൽ ഏറ്റവും കൂടുതൽ നാടകീയത ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഒരു വിഷയങ്ങളെ കൃത്യമായി അവതരിപ്പിച്ച് അതിന്റെ രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ കേരളം ഏതാണ്ട് പൂർണ്ണമായും നിലമ്പൂരിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് ഇന്ന് 21 ദിവസമാകുന്നു. വളരെ വിപുലമായ തയ്യാറെടുപ്പുകളാണ് ഈ ഒരു കൊട്ടിക്കലാശത്തിന് വേണ്ടി പോലീസ് സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 7 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. 21 പോലീസ് ഇൻസ്പെക്ടർമാർ ഇവിടെയുണ്ട്, 60 സബ് ഇൻസ്പെക്ടർമാർ, ജില്ലാ പോലീസ്, കേന്ദ്രസേന, ആകെ 773 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കേരളം പൂർണ്ണമായി നിലമ്പൂരിലേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം. കൃത്യമായി പറഞ്ഞാൽ 21 ദിവസക്കാലം. കഴിഞ്ഞ മെയ് 25-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആര്യാടൻ ഷൗക്കത്തിനെ UDF അവതരിപ്പിക്കുന്നു. അതിന് പിന്നാലെ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് LDF-ന് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായത്. ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതലക്കാരനായി ഇവിടെ സംഘടനാപരമായ ചുമതല നിർവഹിച്ചുകൊണ്ടിരുന്ന M. സ്വരാജിനെ തന്നെ പ്രധാന സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത ആ തീരുമാനത്തോടെയാണ് നിലമ്പൂരിൽ നില മാറി മറിഞ്ഞത്. അതിനുശേഷം രാഷ്ട്രീയ കേരളം പരിപൂർണമായും ഇവിടേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു. ആ കടന്നുപോയ ദിവസങ്ങളുടെ കൊട്ടിക്കലാശമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായും നിലമ്പൂരും എടക്കരയിലുമാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട കൃത്യമായിട്ടുള്ള സ്ഥലങ്ങൾ LDF, UDF, അതേപോലെ അൻവർ TMC അല്ല, അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. TMCക്ക് വേണ്ടിയും അവരുടെ പ്രവർത്തകർക്ക് വേണ്ടിയും വീതിച്ച് നൽകിയിട്ടുണ്ട്. UDF CNG റോഡിൽ നിലമ്പൂർ മിൽമ ബൂത്ത് മുതൽ ഹോസ്പിറ്റൽ റോഡ് വരെയുള്ള ജംഗ്ഷനിലാണ് ഇപ്പോൾ UDF-ന്റെ കൊട്ടിക്കലാശം നടക്കുന്നത്. അതിന് തൊട്ടപ്പുറത്ത് ഒരു ബാരിക്കേഡ് വെച്ച് തിരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മഹാറാണി ജംഗ്ഷൻ മുതൽ നിലമ്പൂർ സ്റ്റേഷൻ പടി വരെ LDF-ന്റെ കൊട്ടിക്കലാശം നടക്കുന്നു. NDAയുടെ കൊട്ടിക്കലാശം ഹോസ്പിറ്റൽ റോഡ് ജംഗ്ഷൻ മുതൽ സഫ ഗോൾഡ് ജ്വല്ലറി വരെയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ, അതായത് അൻവറിന്റേത് നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലാണ്. അദ്ദേഹം കൊട്ടിക്കലാശം നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തരാകാറുള്ള അൻവർ ഈ അവസാന നിമിഷം കൊട്ടിക്കലാശം വേണ്ടെന്ന് വെച്ച് അദ്ദേഹം വീടുകൾ തോറും കേന്ദ്രീകരിച്ച് അവസാനവട്ട പ്രചാരണം നടത്തുകയാണ്. പക്ഷേ അതും ഒരു തരത്തിൽ പ്രവർത്തക ബാഹുല്യം കൊണ്ട് ഒരു കൊട്ടിക്കലാശത്തിന്റെ രൂപത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ, അതായത് വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് 48 മണിക്കൂർ മുമ്പ് പരസ്യ പ്രചാരണം അവസാനിപ്പിക്കണം. ഇന്ന് 5 മണി വരെ മാത്രമാണ് അതുള്ളത്. ഇപ്പോൾ സമയം 3:30 ആയിരിക്കുന്നു. അതായത് ഇനിയൊരു 4:30, 1.5 മണിക്കൂർ സമയം കൂടി കഴിഞ്ഞാൽ ഈ കൊട്ടിക്കലാശം അവസാനിപ്പിക്കുകയാണ്. ചൊവ്വാഴ്ച വൈകിട്ട് ഇപ്പോൾ ഇന്ന് പരസ്യ പ്രചാരണത്തിന് തിരശ്ശീല വീഴുന്നു. പിന്നെ പൊതുയോഗങ്ങളും അതുപോലെ മറ്റൊരു തരത്തിൽ പ്രചാരണങ്ങളും അനുവദിക്കില്ല. അതിനുശേഷം പ്രചാരണത്തിനെത്തിയ, ഇവിടെ മറ്റു ജില്ലകളിൽ നിന്നും പ്രചാരണത്തിനെത്തിയ മുഴുവൻ നേതാക്കളും നിലമ്പൂരിൽ നിന്ന് പുറത്തേക്ക് പോകണം. അതാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം. കളക്ടർ VR വിനോദ് ഇത് സംബന്ധിച്ചുള്ള, തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നത് എല്ലാ പ്രചാരണ വാഹനങ്ങളും 3 മുന്നണികളും ഈ മണ്ഡലത്തിന്റെ 7 പഞ്ചായത്തുകളിലായി വിന്യസിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രചാരണ വാഹനങ്ങളും ഇപ്പോൾ നിലമ്പൂർ നഗരത്തിന്റെ ഇടുങ്ങിയ തെരുവുകളിലേക്ക്, വീതികളിലേക്ക്, വഴികളിലേക്ക്, റോഡുകളിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇവിടെ വിവരിക്കാനാവാത്ത, ഒരുപക്ഷെ വാക്കുകൾക്ക് ഈ ടെലിവിഷൻ സ്ക്രീനിലെ വിവിധ ചതുരങ്ങളിലായി, നിരവധി സ്ക്രീനുകളിലായി എത്രത്തോളം ഇവിടുത്തെ ആവേശം ഇതേ പടി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങളതിന് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കണ്ടതുപോലെയേ പറയാനാകൂ എന്നാണല്ലോ. ഈ കണ്ടത് പകർത്തി പറയുകയാണെങ്കിൽ രാഷ്ട്രീയ കേരളത്തിന്റെ, നേരത്തെ ഞാൻ പലവട്ടം ആവർത്തിച്ചതുപോലെ, ഒന്നിച്ചൊന്നായി തമ്പടിച്ച് ഈ നിലമ്പൂരിൽ നടത്തിയ പ്രചാരണം ഇതാ കൊട്ടിക്കയറുകയാണ്.
തുടരുകയാണ് കൊട്ടിക്കലാശത്തിലേക്ക്. ഇനി പരസ്യ പ്രചാരണം വെറും 1.5 മണിക്കൂർ മാത്രമാണ്. അടിയൊഴുക്കുകൾ എങ്ങോട്ടൊക്കെയാണ് അവസാന നിമിഷത്തേത്? അവസാന നിമിഷം വോട്ടുറപ്പിക്കുന്നതിന് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് അതിനൊക്കെയായി നേതൃത്വത്തിന്റെ വലിയൊരു പങ്ക് ഇപ്പോഴും നിലമ്പൂരിന്റെ ഗ്രാമാന്തരങ്ങളിൽ തുടരുന്നു. പ്രവർത്തകർ ആവേശഭരിതരായി നിലമ്പൂർ നഗരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോഴും ചെറിയ ചാലുകളായി എത്തിക്കൊണ്ടിരുന്ന അത് നിലമ്പൂർ നഗരത്തെ നിറച്ചു കഴിഞ്ഞു. വ്യാഴാഴ്ച നിലമ്പൂർ ചൂണ്ടുവിരലിൽ മഷിയടയാളം പതിപ്പിക്കും. 23-നാണ് വോട്ടെണ്ണൽ. അതുവരെയും ഈ ഉദ്വേഗം തുടരുക തന്നെ ചെയ്യും. 21 നാളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നീണ്ടത്. മുന്നണികളുടെ ബലപരീക്ഷണത്തിന് ഇവിടം വേദിയായി. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതിലെല്ലാം അപ്പുറം അടുത്ത വർഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സലായി തന്നെ ഇത് മാറി. നിലമ്പൂരിലെ ഫലം ഏതാണെങ്കിലും അത് കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. അൻവർ ഫാക്ടർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ആരെ ബാധിക്കും എന്ന തരത്തിലൊക്കെയുള്ള ഏതായാലും കൂടുതൽ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്.